ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അൺറീഇൻഫോഴ്സ്ഡ് മേസൺറി വാൾസ് അതിനെക്കുറിച്ചാണ്. അൺറീഇൻഫോഴ്സ്ഡ് മേസൺറി വാൾ എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതിലെ പ്രധാനപ്പെട്ട ടെർമിനോളജീസ് എന്തൊക്കെയാണ്, അതിൻ്റെ കുറച്ച് ഡിസൈൻ പ്രൊസീജിയേഴ്സും അതിലുപയോഗിക്കുന്ന IS കോഡിലെ പ്രൊവിഷൻസും എല്ലാം നമുക്കിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും സോൾവ് ചെയ്യാം. ഓക്കെ, സോ മേസൺറി വാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ബ്രിക്ക് മേസൺറി വാളുകളും സ്റ്റോൺ മേസൺറി വാൾസും ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത, ദീസ് ആർ അൺറീഇൻഫോഴ്സ്ഡ് മേസൺറി വാൾസ്. അൺറീഇൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞ വാക്ക് നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് റീഇൻഫോഴ്സിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടില്ല. അതായത് ഇവയിൽ പൂർണ്ണമായും ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് യൂണിറ്റ്സ് ആയ ബ്രിക്കും സ്റ്റോണും മുതലായ മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വാൾസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനകത്ത് അഡീഷണൽ സ്ട്രെങ്ത് കൊടുക്കുന്ന തരത്തിലുള്ള എലമെൻറ്റുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഫണ്ടമെൻ്റലി ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ബേസിക് യൂണിറ്റ്സ് ആണ്, ബ്രിക്സ് അല്ലെങ്കിൽ സ്റ്റോൺസ്, ഓക്കെ, അല്ലെങ്കിൽ മേസൺറി ബ്ലോക്സ്, ഓക്കെ, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ മറ്റൊരു മെറ്റീരിയൽസും ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇതിനകത്ത് മോർട്ടാർ ഉപയോഗിക്കുന്നുണ്ടാവും. ഓക്കെ, സിമൻറ്റ് മോർട്ടാർ ഉപയോഗിക്കുന്നുണ്ടാവും. സിമൻറ്റ് മോർട്ടാർ എന്ന് പറയുന്ന സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു പർപ്പസിനല്ല ഈ പറയുന്ന സിമൻറ്റ് മോർട്ടാർ ഉപയോഗിക്കുന്നത്. അതിനെ പ്രോപ്പറായി ഒരു ബ്രിക്കിനെ അല്ലെങ്കിൽ ഒരു മേസൺറി യൂണിറ്റിനെ മറ്റൊരു മേസൺറി യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായ പൊസിഷനിൽ വെക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ വാളിൻ്റെ സ്ട്രെങ്ത് ബേസിക്കലി ഈ മേസൺറി യൂണിറ്റുകളായ ബ്രിക്സ് അല്ലെങ്കിൽ സ്റ്റോൺസിൽ അധിഷ്ഠിതമാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഡിസൈനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ, ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡുണ്ട്, IS 1905. അത് 1987 പുറത്തിറക്കിയ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പുറത്തിറക്കിയ ഒരു റെഫറൻസ് ബുക്കാണ് IS 1905. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു കോപ്പി എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് പ്രധാനപ്പെട്ട ടെർമിനോളജീസ്, അതിനകത്തുള്ള ഡിസൈൻ പാരാമീറ്റേഴ്സ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ IS 1905 ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ദ ടെർമിനോളജീസ്. പ്രധാനപ്പെട്ട ടേംസ് ഈ മേസൺറി വാൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ടേംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഇസ് മേസൺറി കോളം. മേസൺറി കോളം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മേസൺറി ബ്ലോക്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കോളമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് അതിൻ്റെ തിക്നെസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 4 times ദ തിക്നെസ്സിനെക്കാളും കുറവായിരിക്കും അതിൻ്റെ വിഡ്ത്ത്. ഓക്കെ, സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണെന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ പ്ലാൻ വ്യൂ ആണ് കാണുന്നത്, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 × 20 ദാറ്റ് ഈസ് 80 സെൻറ്റിമീറ്ററിനെക്കാളും കൂടുതലാകാൻ പാടില്ല. ഓക്കെ, 80 സെൻറ്റിമീറ്ററിനെക്കാളും കുറവാണെങ്കിൽ വി കോൾ ഇറ്റ് മേസൺറി കോളം. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 80 സെൻറ്റിമീറ്റർ ദെൻ വി കോൾ ഇറ്റ് എസ് മേസൺറി വാൾ. ഓക്കെ, സോ തിക്നെസ്സിനെക്കാളും 4 ഇരട്ടി അതിനേക്കാളും കൂടുതലാണെങ്കിൽ മേസൺറി വാൾ എന്നും അതിനേക്കാളും കുറവാണെങ്കിൽ മേസൺറി കോളം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. നൗ കമ്മിങ് ടു ബെഡ് ബ്ലോക്ക്. എന്താണ് ബെഡ് ബ്ലോക്ക്? നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു മേസൺറി വാളിനെ അതിൻ്റെ മുകളിൽ ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, നമുക്കറിയാം ബീം എന്ന് പറയുന്നത് വെർട്ടിക്കലി വരുന്ന ലോഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബീംസ്. അപ്പോൾ ബീമിൽ നിന്നുള്ള ലോഡുകൾ ഡയറക്റ്റ്ലി അൺറീഇൻഫോഴ്സ്ഡ് മേസൺറി വാളുകളിലെ മുകളിലേക്ക് കൊടുക്കുമ്പോൾ അതിലേക്കുള്ള പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമുക്കിങ്ങനെ അഡീഷണലി കൊടുക്കുന്ന ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് ബെഡ് ബ്ലോക്ക്. ആ ബെഡ് ബ്ലോക്കിൻ്റെ പ്ലാൻ ഏരിയ സാധാരണ ബീമിൻ്റെ വിഡ്ത്തിനേക്കാളും കൂടുതൽ ഏരിയയിലാണ് ഈ ബെഡ് ബ്ലോക്ക് കൊടുക്കുന്നത്. കാരണം അത്രയും ലാർജ് ഏരിയയിലേക്ക് ഈ കോൺസെൻട്രേറ്റഡ് ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ലോഡ് ബെയറിംഗ് വാൾ. എന്താണ് ലോഡ് ബെയറിംഗ് വാൾ? പേര് പോലെ തന്നെ
സ്വന്തം വെയിറ്റ്, സെൽഫ് വെയിറ്റിന് പുറമെ എക്സ്റ്റേണൽ ലോഡ്സിനെ ബെയർ ചെയ്യുന്ന വാളാണ് ലോഡ് ബെയറിംഗ് വാൾ. എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത് സൂപ്പർ ഇമ്പോസ്ഡ് വെർട്ടിക്കൽ ലോഡ്സ് ആകാം, ലാറ്ററൽ ലോഡ്സ് ആകാം, ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, in addition to its self weight. Now what is masonry unit? Masonry unit എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ വാളിൻ്റെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് masonry units. It may be bricks, it may be stones, it may be concrete blocks, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, നൗ കമ്മിങ് ടു ബോണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ വളരെ ഫെമിലിയർ ആണ്. നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ബോണ്ട് ഈസ് ഇൻഎഫക്റ്റീവ്ലി ഇഫക്റ്റീവ്ലി ഇറ്റ് മീൻസ് ദി അറേഞ്ച്മെന്റ് ഓഫ് മേസൺറി യൂണിറ്റ്സ്. ഈ പറഞ്ഞ മേസൺറി യൂണിറ്റ്സിനെ കൃത്യമായ ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഫിഗർ ഷോസ് എ ബോണ്ട്. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ജോയിൻസ് എന്ന് പറഞ്ഞ നമുക്കൊരു ഡെഫിനേഷൻ ഉണ്ട്. ജോയിൻസ് എന്ന് പറയുന്നത് ജംഗ്ഷൻ ബിറ്റ്വീൻ മേസൺറി യൂണിറ്റ്സ്, രണ്ട് അടുത്തടുത്ത് വയ്ക്കുന്ന മേസൺറി യൂണിറ്റുകൾക്ക് ഇടയിൽ വരുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ജോയിൻസ്. സോ ജനറലി ജോയിൻസ് ആർ ഓഫ് 3 types: ബെഡ് ജോയിന്റ്, ക്രോസ് ജോയിന്റ് ആൻഡ് വാൾ ജോയിന്റ്. ഇവിടെ നോക്കുക, എന്താണ് ക്രോസ് ജോയിന്റ്, വാൾ ജോയിന്റ് എന്ന് ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഈ ടോപ്പ് വ്യൂവിൽ രണ്ട് മേസൺറി യൂണിറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ പോർഷനിൽ ഒരു ജംഗ്ഷൻ ഉണ്ടാകുന്നു, ഒരു ജോയിന്റ് ഉണ്ടാകുന്നു. ആ ജോയിന്റ് ഇഫ് ഇറ്റ് ഈസ് എലോങ് ദ ലെങ്ത് ഓഫ് ദ വാൾ, ഇപ്പോൾ വാൾ ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ആ വാളിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് പാരലായിട്ട് അല്ലെങ്കിൽ ആ എലോങ് ദ ലെങ്ത് ഓഫ് ദ വാൾ ഉള്ള ജോയിന്റിനെ വിളിക്കുന്ന പേരാണ് വാൾ ജോയിന്റ്. ഓക്കെ, and the joint which is perpendicular to wall joint is known as cross joint. Okay, wall joint in perpendicular ആണ് cross joint. ഇനി coming to what is bed joint. Bed joint നോക്കുക, bed joint is a horizontal mortar joint upon which the masonry units are laid. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്മൾ മോട്ടാർ പ്ലേസ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ ഒരു വരി കല്ല് വയ്ക്കുന്നത്. ഓക്കെ, സോ ആ മോട്ടാർ പ്ലേസ് ചെയ്യുന്ന ആ ജോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബെഡ് ജോയിന്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ. നൗ കമ്മിങ് ടു പിയേഴ്സ്. എന്താണ് പിയർ? പിയർ എന്നുള്ള വാക്ക് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. സാധാരണ കംപ്രസീവ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെമ്പറിനെ, ഒരു സ്ട്രക്ചറൽ എലമെന്റിനെ വിളിക്കുന്ന പേരാണ് പിയർ. ഓക്കെ, സോ ജനറലി പിയേഴ്സ് ആർ കംപ്രഷൻ മെമ്പേഴ്സ്. പക്ഷെ നമ്മുടെ ഇവിടത്തെ ഉള്ള കേസിൽ എന്താണ് പിയർ? നമ്മളിവിടെ ഫിഗർ നോക്കുക, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വാൾസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിനിടയ്ക്കായി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ തിക്നെസ് ഓഫ് വാൾ പ്രൊവൈഡഡ് in order to enhance the stiffness of wall. വാളിൻ്റെ സ്റ്റിഫ്നെസ് ഇൻക്രീസ് ചെയ്യാനും കൂടുതൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അഡീഷണൽ സ്ട്രക്ചറൽ എലമെൻറ്റിനെയാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ വ്യൂവിൽ ഒരു മതിൽ അല്ലെങ്കിൽ ഒരു ചുമര് കെട്ടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നീളത്തിന് നമുക്ക് മതിൽ കെട്ടാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ ഇതുപോലെ ചെറിയ ചെറിയ പില്ലേഴ്സ് പോലുള്ള മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഈ പില്ലർ പോലെ കാണുന്ന അഡീഷണൽ തിക്കനിങ് ഓഫ് വാൾസ് അതിനെ വിളിക്കുന്ന പേരാണ് പിയേഴ്സ്. ഓക്കെ, സോ ദീസ് ആർ thickened sections forming integral part of wall placed at regular intervals along the wall. Okay, now coming to partition wall. എന്താണ് partition wall? Partition wall എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച ലോഡ് ബെയറിംഗ് വാളിനെ പോലെ അല്ല. സോ ദീസ് ആർ നോൺ ലോഡ് ബെയറിംഗ് വാൾസ്. ഇത് പുറമേ ഉള്ള ലോഡുകളൊന്നും അത് താങ്ങാൻ സാധിക്കില്ല. ദേ ക്യാരി ഒൺലി ഇറ്റ്സ് സെൽഫ് വെയിറ്റ്, സ്വന്തം വെയിറ്റ് മാത്രമേ അതിനെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ടീഷൻ വാൾ എന്ന് പറയുന്നത് ഇൻസൈഡ് ഓഫ് എ ബിൽഡിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്ന നോൺ ലോഡ് ബെയറിംഗ് വാളിനെയാണ് പാർട്ടീഷൻ വാൾ എന്ന് വിളിക്കുന്നത്. വാട്ട് അബൌട്ട് പാനൽ വാൾ? എക്സ്റ്റീരിയർ ഓഫ് എ ബിൽഡിങ്ങിൻ്റെ പുറമെ കൊടുക്കുന്ന നോൺ ലോഡ് ബെയറിംഗ് വാൾസിനെയാണ് പാനൽ വാൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പാർട്ടീഷൻ വാളിൻ്റെ പ്രത്യേകത, അതിനകത്ത് എക്സ്റ്റേണൽ ലോഡുകളൊന്നും സാധാരണ വരാറില്ല. പാനൽ വാളിനെ സംബന്ധിച്ചിടത്തോളം അതിലും എക്സ്റ്റേണൽ ലോഡുകൾ വരില്ല. നോൺ ലോഡ് ബെയറിംഗ് വാൾസ് ആണെന്ന് പറഞ്ഞാലും ദേ മേ ബി സബ്ജക്റ്റഡ് ടു ലാറ്ററൽ ലോഡ്സ്, സൈഡ് വേസ് ലോഡിങ്. ഫോർ എക്സാമ്പിൾ വിൻഡ് ലോഡ്സ് എല്ലാം ഈ പറയുന്ന പാനൽ വാളിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, നൗ വാട്ട് ഈസ് ഷിയർ വാൾ? ഷിയർ വാൾസ് ആർ ലോഡ് ബെയറിംഗ് വാൾസ്. അത് ശരിക്കും ലോഡ് ബെയറിംഗ് വാൾസ് തന്നെയാണ് ഷിയർ വാൾസ്. ദീസ് ആർ ജനറലി പ്രൊവൈഡഡ് ടു ക്യാരി ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ലോഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൾസ് ആണ് ഷിയർ വാൾസ്.
ഓക്കെ. നൗ കമ്മിങ് ടു ബട്രസ്. ബട്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. റെഗുലർ ആയിട്ട് ഒരു കണ്ടിന്യൂസ് വാൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ റെഗുലർ ഇന്റർവെൽസിൽ കൊടുക്കുന്ന അഡീഷണൽ തിക്കനിങ്ങിനെയാണ് പിയേഴ്സ് എന്ന് പറയുന്നത്. സോ അതുപോലുള്ള അഡീഷണൽ തിക്കനിങ് തന്നെയാണ് ബട്രസ്. ബട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ബട്രസിന്റെ ക്രോസ് സെക്ഷൻ ബേസിൽ നിന്നും നമ്മൾ ടോപ്പിലേക്ക് വരുമ്പോൾ ആ ക്രോസ് സെക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരും, ഇല്ലേ? ഇവിടെ താഴെയുള്ള ബേസ് ഏരിയ അല്ല, മുകളിലുള്ള ഏരിയ. സോ ദിസ് ഈസ് നോൺ ആസ് ബട്രസ്. ഓക്കെ. നൗ കമ്മിങ് ടു കർട്ടൻ വാൾസ്. കർട്ടൻ വാൾ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കർട്ടൻ വാൾ എന്ന് പറയുന്നത് ജനറലി നോൺ ലോഡ് ബെയറിംഗ് വാൾ ആണ്. നമ്മൾ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ ലോഡ് ബെയറിംഗ് കോളംസും ആർ സി സി സ്ട്രക്ചേഴ്സും എല്ലാം ഉണ്ടാകും. ആർ സി സി കോളം, ആർ സി സി സ്ലാബ് എല്ലാം ഉണ്ടാകും. പക്ഷേ അവയ്ക്കെല്ലാം പുറമേ നിന്ന് കാണുമ്പോൾ കാണുന്നത് ഈ പറയുന്ന കർട്ടൻ വാൾസ് ആയിരിക്കും. ഈ കർട്ടൻ വാൾ ഒരിക്കലും ലോഡ് ബെയറിംഗ് വാൾസ് അല്ല. ദീസ് ആർ കൺസ്ട്രക്റ്റഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് സെപ്പറേറ്റ്ലി ആൻഡ് എവേ ഫ്രം ദ സ്ട്രക്ചറൽ മെമ്പേഴ്സ്. സ്ട്രക്ചറൽ മെമ്പേഴ്സിൽ നിന്ന് മാറി കൺസ്ട്രക്ട് ചെയ്യുന്ന വാൾസ് ആണ് കർട്ടൻ വാൾസ്. ബട്ട് ദീസ് ആർ പ്രോപ്പർലി ടൈഡ് ആൻഡ് സപ്പോർട്ടഡ് വിത്ത് ദ സ്ട്രക്ചറൽ മെമ്പേഴ്സ്. ഈ കാണുന്ന പോലെ ഇതിനെ സ്ട്രക്ചറൽ മെമ്പേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനെ ഒരു കംപ്ലീറ്റ് ഹൈറ്റിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്ന വാൾ ആയതുകൊണ്ട് ഇതിന് ഒരു ലാറ്ററൽ സപ്പോർട്ട് എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ ഇങ്ങനെ ടൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ. നൗ കമ്മിങ് ടു ക്യാവിറ്റി വാൾസ്. എന്താണ് ക്യാവിറ്റി വാൾസ്? ക്യാവിറ്റി വാൾസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇവിടെ നോക്കുക. ഇവിടെ പിയറിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പിയർ എന്ന് പറയുന്നത് സാധാരണ വാൾസിലും ക്യാവിറ്റി വാൾസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാവിറ്റി വാൾസ് എന്ന് പറയുന്നത് ദർ ഇസ് എ ക്യാവിറ്റി ഇൻ ദ ക്രോസ് സെക്ഷൻ. നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ദർ ഇസ് എ ക്യാവിറ്റി. ഓക്കെ. ഈ ക്യാവിറ്റിക്ക് ഒരുപാട് പർപ്പസ് ഉണ്ട്. തെർമൽ ഇൻസുലേഷൻ മുതലായ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇങ്ങനെ ക്യാവിറ്റി കൊടുത്തുള്ള വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ക്യാവിറ്റി വാൾസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് പിയേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. പിയേഴ്സ് മൊത്തത്തിലല്ല, പിയേഴ്സ് ഈ ക്യാവിറ്റി വാളിന്റെ രണ്ട് ലീഫിൽ ഒരു ലീഫിനായിരിക്കും നമ്മൾ പിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ക്യാവിറ്റി വാൾ. നൗ കമ്മിങ് ടു ഫേസ്ഡ് വാൾ. ഫേസ്ഡ് വാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണഗതിയിൽ ഒരു 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 കോൺക്രീറ്റ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒരു അഡീഷണൽ സ്റ്റോൺ ഫേസിങ് ചിലപ്പോൾ ചില സ്ട്രക്ചേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഇൻ ടോട്ടൽ ദർ ആർ 2 ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഹിയർ. ഇവിടെ 2 തരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 മെറ്റീരിയൽസും ലോഡ് ബെയർ ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. ഓക്കെ. ബട്ട് വൺ ഹാസ് ആൻ അഡീഷണൽ പർപ്പസ്, that is it is provided for aesthetic view also. ഒരു aesthetic purpose-ന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ പോലും both the materials carry loads. Okay, so that is known as faced wall. ഇനി there is one called veneered wall. Okay, veneered wall. Okay, ഈ veneered wall എന്ന് പറയുന്നത് the wall in which the facing is attached to the backing but not so bonded as to result in a common action under load. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് ലോഡ് ബെയറിംഗ് പർപ്പസ് വളരെ കുറവായിരിക്കും. ഓക്കെ. അത് സാധാരണഗതിയിൽ ഇവിടെ കാണുന്ന പോലെ ഇപ്പോൾ ഇവിടെ RCC സ്ലാബ് ഈ ബ്രിക്ക് മെസൻട്രിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിലാണ് വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഈ സർഫസിൽ കൊടുത്തിരിക്കുന്ന ഫേസിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോൺ വെനിയറുമായിട്ട് അതിന് കോണ്ടാക്ട് ഒന്നുമില്ല. So the load from the RCC slab is not getting transferred to stone veneers. Okay, so ഈ wall ഇങ്ങനെ കൊടുക്കുന്ന വാളിനെയാണ് veneered wall എന്ന് പറയുന്നത്. There are 2 materials being used, one for aesthetic purpose, one for load bearing. Okay, now അടുത്തത് നമ്മൾ ഇങ്ങനെയുള്ള unreinforced masonry walls-നെ എങ്ങനെ ഡിസൈൻ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ IS 1905-ന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുവരെയുള്ള ഡിസ്കഷൻസ് എല്ലാം ചെയ്തത്. ഈ പറഞ്ഞ ടെർമിനോളജീസ് ഒന്നും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മനസ്സിലാക്കിയിരിക്കുക ഇത് എവിടെയാണ് IS കോഡിൽ കിടക്കുന്നതെന്നൊക്കെ ഉള്ളത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. IS കോഡിൽ ഇതെല്ലാ കാര്യങ്ങളും ഉണ്ട്. ബട്ട് യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ഇറ്റ്. ഓക്കെ. നൗ കമ്മിങ് ടു ദ ഡിസൈൻ ഓഫ് masonry walls. masonry wallന്റെ ഡിസൈനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ IS കോഡിൽ പ്രൊവിഷൻസും മെൻഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ഡിസ്കഷൻ. അതുകൊണ്ട് ഇവിടെ പറയുന്ന പേജ് നമ്പേഴ്സും അതുപോലെ കോഡൽ പ്രൊവിഷൻസിന്റെ ക്ലോസുകളുമെല്ലാം
നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും റെഫർ ചെയ്ത് വെക്കുക. നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴെല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ദ ഇമ്പോർട്ടൻറ്റ് ഡിസൈൻ ക്രൈറ്റീരിയ ആർ, ഫസ്റ്റ് വൺ ഈസ് ദ ഇഫക്റ്റീവ് ഹൈറ്റ് ഓഫ് വാൾ. അപ്പോൾ ഒരു ചുമരിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ചുമരിൽ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കുറേ ടേംസ് ഉണ്ട്, കുറേ ഡിസൈൻ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇഫക്റ്റീവ് ഹൈറ്റ് ഓഫ് വാൾ. വാളിൻ്റെ ഉയരം എന്ന് പറയുന്നത് വെറും ഉയരമല്ല, ഇഫക്റ്റീവ് ഹൈറ്റ് ആണ്. വെറും ഹൈറ്റ് അല്ല, ഇഫക്റ്റീവ് ഹൈറ്റ് ആണ്. നമുക്ക് ഇഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നതിനെ അതിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻ്റെ, ഈ ചുമരിൻ്റെ ബോട്ടവും ടോപ്പ് സർഫസിലുമുള്ള സപ്പോർട്ട്സിനെ അനുസരിച്ചിട്ടാണ് ഇഫക്റ്റീവ് ഹൈറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇഫ് ദ വാൾ ഈസ് സപ്പോർട്ടഡ് അറ്റ് ദ ബോട്ടം ആൻഡ് ആസ് വെൽ ആസ് ദ ടോപ്പ് ബൈ എ ഫിക്സഡ് സപ്പോർട്ട്. ഓക്കെ, രണ്ട് സ്ഥലങ്ങളിലും ഫിക്സിറ്റി ഉണ്ടെങ്കിൽ ജനറലി ദ ഇഫക്റ്റീവ് ഹൈറ്റ് ഈസ് ടേക്കൺ ആസ് 0.75 ടൈംസ് ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ എച്ച് എന്താണ്? ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ ഒരു വാളിനെ രണ്ട് എൻഡ്സിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് സപ്പോർട്ട്സിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യാപിറ്റൽ എച്ച് ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സപ്പോർട്ട്സ്, വൺ അറ്റ് ദ ടോപ്പ് ആൻഡ് വൺ അറ്റ് ദി ബോട്ടം. സോ h ഈസ് ഈക്വൽ ടു 0.75 h വരാം, അല്ലെങ്കിൽ h ഈസ് ഈക്വൽ ടു 0.85 h വരാം. എപ്പോഴാണ്? ഒരു സൈഡ് ഫിക്സഡും മറ്റേ പോർഷനിൽ ഹിഞ്ച്ഡ് സപ്പോർട്ടും ആണെങ്കിൽ. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് ഇൻ കേസ് ഓഫ് ദിസ്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ രണ്ട് എൻഡ്സും ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. ഓക്കെ, സോ h ഈസ് ഈക്വൽ ടു h ഇറ്റ് സെൽഫ്. ഇനി അടുത്ത നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു എൻഡ് ഫിക്സഡ് ആണ്, മറ്റേ എൻഡ് ഫ്രീ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ലൈക്ക് എ വെർട്ടിക്കൽ കാന്റിലീവർ. ഓക്കെ, ആ കേസിൽ ഇഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 ടൈംസ് ക്യാപിറ്റൽ എച്ച് ആണ്. ഓക്കെ, നൗ ഇഫക്റ്റീവ് ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞു. നൗ വി ആർ മൂവിങ് ഓൺ ടു ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വാൾ. അപ്പോൾ ചുമരിൻ്റെ ഉയരം മാത്രമല്ല, ചുമരിൻ്റെ നീളവും പ്രധാനമാണ്. ചുമരിൻ്റെ നീളം ഡിസ്കസ് ചെയ്യുന്ന പേജസ് ആണ് പേജ് നമ്പർ 14 ആൻഡ് പേജ് നമ്പർ 12. ഒന്ന് ഫിഗർ 13ൻ്റെ രൂപത്തിലും ടേബിൾ ആയിട്ടും ടേബിൾ 5 ആയിട്ടും ഈ ഒരേ കാര്യം തന്നെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫിഗർ 13 ആസ് വെൽ as ടേബിൾ 5, ഇത് രണ്ടിലും ഒരേ കാര്യമാണ്. ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വാൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, സോ സാധാരണഗതിയിൽ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വാൾ കണ്ടുപിടിക്കുന്നത്, ഇപ്പോൾ ടേബിൾ 5 ആണ് നോക്കുക, അതിനകത്ത് അതിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻസ് കൃത്യമായി പറയുന്നുണ്ട്. ഓരോ സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് ഇഫക്റ്റീവ് ലെങ്തിന് വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്തിൻ്റെ ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. സോ ആക്ച്വൽ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ചുമരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചുമര് അനന്തമായ നല്ല നീളത്തിൽ കൺസ്ട്രക്ട് ചെയ്തു പോകാൻ പറ്റില്ല, അതിനിടയ്ക്ക് ക്രോസ് വാൾസ് ഉണ്ടാകും. സോ രണ്ട് അഡ്ജസൻറ്റ് ക്രോസ് വാൾസിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് ആക്ച്വൽ ലെങ്ത് ഓഫ് വാൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഈ ഫിഗർ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ ഒരു വാള് കണ്ടിന്യൂസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനിടയ്ക്ക് രണ്ട് ക്രോസ് വാൾസ്, ഇവിടെ ഒരെണ്ണം ക്രോസ് വാൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ക്രോസ് വാൾ, ഒരു ക്രോസ് വാളിൻ്റെ സെൻറ്റർ തൊട്ട് മറ്റേ ക്രോസ് വാളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ആക്ച്വൽ ലെങ്ത് ഓഫ് വാൾ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ആക്ച്വൽ ലെങ്ത് ഓഫ് വാളിൻ്റെ ഒരു ഫാക്ടർ ആക്കിയാണ് നമ്മൾ ഇഫക്റ്റീവ് ലെങ്തിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സപ്പോർട്ട് കണ്ടീഷൻസ്. ഒന്ന് രണ്ട് കേസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ പ്രൊവിഷൻസ് നിങ്ങൾക്ക് ഈ വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ഈ ഫിഗർ 13 ഇതേ ഫിഗർ തന്നെ നിങ്ങളുടെ ഐഎസ് കോഡിൽ കാണാം. ഈ ഫിഗർ 13ൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഈ ഫിഗർ എടുക്കുകയാണെന്ന് വയ്ക്കുക, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ഓക്കെ, and this is the length, actual length between the two cross walls-ന്റെ ഇടയിലുള്ള ആക്ച്വൽ ലെങ്ത് ക്യാപിറ്റൽ എൽ ആണ്. അപ്പോൾ ഈ വാളിൽ നമുക്ക് സ്വാഭാവികമായി ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഒരു വീടാണെങ്കിലും എന്തൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്താലും സ്വാഭാവികമായി അതിനിടയ്ക്ക് ഒരു വാൾ ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, if the wall opening is at x distance from one cross wall എന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, ഈ വാൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ്, ഈ ഒരു ക്രോസ് വാളിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയാണെന്ന് വയ്ക്കുക. ആൻഡ് ഇഫ് ദിസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ h/8, h എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈറ്റ് ഓഫ് ദ വാൾ. ഓക്കെ, ഇഫക്റ്റീവ് ഹൈറ്റ് അല്ല, ദി സെൻറ്റർ ഹൈറ്റ് ഓഫ് ദ വാൾ. ഈ സെൻറ്റർ ടു സെൻറ്റർ ഹൈറ്റ് ഓഫ് ദ വാളിൻ്റെ 1/8 കൂടുതൽ ദൂരത്താണ് ഈ പറയുന്ന വാൾ ഓപ്പണിംഗ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് ലെങ്ത് will be 0.8 times
the actual length. Actual length ന്റെ 0.8 times ആയിരിക്കും effective length. Okay, and there is also one additional condition, that is y should also be greater than h by 6. y എന്ന് പറയുന്നത് ഈ ക്രോസ് വാളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ഹൈറ്റ് ഓഫ് വാൾ ഡിവൈഡഡ് ബൈ 6 എന്നുള്ള ആ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. Okay, so these conditions it should fulfill in order to determine the effective length of wall. അപ്പോൾ effective length of wall, effective height of wall പഠിക്കാൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇഫക്റ്റീവ് ഹൈറ്റ് ആയി, ഇഫക്റ്റീവ് ലെങ്ത് ആയി. ഇനി അടുത്തത്, അപ്പോൾ ഒരു ചുമരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉയരമായി, അതിൻ്റെ നീളമായി, ഇനി അതിൻ്റെ കനം, ദാറ്റ് ഈസ് ഇഫക്റ്റീവ് തിക്നെസ് ഓഫ് വാൾ. അപ്പോൾ അതും നമുക്ക് പഠിക്കാം. അത് പറയുന്നത് പേജ് നമ്പർ 13-ലാണ്. ഓക്കെ, പേജ് നമ്പർ 13-ൽ ക്ലോസ് 4.5.1 എടുക്കുക. ഓക്കെ, ക്ലോസ് 4.5.1 അവിടെ നിങ്ങൾക്ക് വായിക്കാം, for solid walls or faced walls or masonry columns, the effective thickness shall be the actual thickness of wall without mortar thickness. അതായത് ഒരു ചുമരിൻ്റെ ഇഫക്റ്റീവ് തിക്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോർട്ടാർ തിക്നെസ് ഒഴികെയുള്ള അതിൻ്റെ കനമാണ് ഇഫക്റ്റീവ് തിക്നെസ്. ഒരു ചുമരിൻ്റെ കനം എന്ന് പറഞ്ഞാൽ അതിൽ മോർട്ടാർ തിക്നെസ് ഉണ്ടെങ്കിൽ ആ മോർട്ടാർ തിക്നെസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ് ആ വാളിൻ്റെ തിക്നെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇഫക്റ്റീവ് തിക്നെസ് സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു മോഡുലാർ ബ്രിക്കിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 200 മില്ലിമീറ്റർ ആയിരിക്കും. ഓക്കെ, 200 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 1 ബ്രിക്ക് വാളിൻ്റെ, അപ്പോൾ ഒരു മോഡുലാർ ബ്രിക്ക് എന്ന് പറയുന്നത് 200 മില്ലിമീറ്റർ ആണ് അതിൻ്റെ വാൾ തിക്നെസ് എന്ന് പറയുന്നത്. ഒരു 1 ബ്രിക്ക് വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 200 മില്ലിമീറ്റർ ആണ്, അല്ലേ? ഒരു ബ്രിക്കിൻ്റെ നീളം തന്നെയാണ് വാൾ തിക്നെസ് എന്ന് പറയുന്നത്. പക്ഷേ ഇഫക്റ്റീവ് തിക്നെസ് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മോർട്ടാർ തിക്നെസ് ആയ 10 mm അഥവാ 1 സെൻറ്റിമീറ്റർ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 മില്ലിമീറ്റർ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ് ഇഫക്റ്റീവ് തിക്നെസ്. സോ വാട്ട് എവർ ബി ദ തിക്നെസ് ഓഫ് ദ വാൾ, യു ഹാവ് ടു സബ്ട്രാക്ട് mortar thickness in order to get the actual thickness or the effective thickness of wall. അപ്പോൾ മോർട്ടാർ തിക്നെസ് സബ്ട്രാക്ട് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ മോർട്ടാർ മേസൺറി കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുമ്പോൾ ആ മോർട്ടാറിന് സ്ട്രെങ്ത് പ്രൊവൈഡർ എന്നുള്ള ഒരു ഫംഗ്ഷൻ അത് പെർഫോം ചെയ്യുന്നില്ല. ഓക്കെ, ദ സ്ട്രെങ്ത് ഈസ് ബേസിക്കലി ഡ്യൂ ടു ദ മെറ്റീരിയൽ ഓഫ് ദ മേസൺറി യൂണിറ്റ്. മേസൺറി യൂണിറ്റിന്റെ ഏത് മെറ്റീരിയലാണ്? ബ്രിക്ക് ആണെങ്കിൽ ബ്രിക്കിന്റെ സ്ട്രെങ്ത്, സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോണിന്റെ സ്ട്രെങ്ത് ആണ് ആ ചുമരിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ആ മോർട്ടാറിന് സ്ട്രെങ്ത് പ്രൊവൈഡർ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇല്ല. അതുകൊണ്ട് മോർട്ടാർ എത്ര തിക്നെസ്സിന് കൊടുത്തിട്ടുണ്ടോ അത്രയും തിക്നെസ് സബ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കി തിക്നെസ് മാത്രമേ നമ്മൾ ഡിസൈൻ പർപ്പസിന് ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അത് മനസ്സിലായല്ലോ? സോ effective height ആയി, effective length ആയി, effective thickness ആയി. Now we are defining the term slenderness ratio of wall. ചുമരിന്റെ slenderness ratio or represented as SR. സോ അത് പേജ് നമ്പർ 14-ൽ ക്ലോസ് 4.6.1-ലാണ് പറയുന്നത്. നിങ്ങൾ ഈ പേജ് എടുത്ത് നോക്കുക, നിങ്ങൾക്ക് അവിടെ വായിച്ചാൽ മനസ്സിലാകും. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് 2 റേഷ്യോസിൻ്റെ മിനിമം വാല്യൂ ഏതാണോ അതിനെയാണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ റേഷ്യോസ് ആണ്? ഒന്ന് ഇഫക്റ്റീവ് ഹൈറ്റ് ബൈ ഇഫക്റ്റീവ് തിക്നെസ്, മറ്റേത് ഇഫക്റ്റീവ് ലെങ്ത് ബൈ ഇഫക്റ്റീവ് തിക്നെസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈദർ ഇഫക്റ്റീവ് ഹൈറ്റ് ബൈ ഇഫക്റ്റീവ് തിക്നെസ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഇഫക്റ്റീവ് ലെങ്ത് ബൈ ഇഫക്റ്റീവ് തിക്നെസ് കണ്ടുപിടിക്കുക. ഈ 2 റേഷ്യോയിൽ ഏറ്റവും മിനിമം ആരാണോ അതാണ് സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് വാൾ. ഓക്കെ, നമ്മുടെ IS കോഡ് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ലോഡ് ബെയറിംഗ് വാൾ, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ലോഡ് ബെയറിംഗ് വാളിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ ഷുഡ് നെവർ ബി ഗ്രേറ്റർ ദാൻ 27. 27-നേക്കാളും കൂടുതലായി അതിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ കൂടാൻ പാടില്ല. ഓക്കെ, സ്ലെൻഡർനെസ് റേഷ്യോ ഷുഡ് ബി ലിമിറ്റഡ് ടു 27. ഓക്കെ, ഓക്കെ. നൗ അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഡിസൈൻ പാരാമീറ്റേഴ്സ് കുറേ പഠിച്ചു. നമ്മൾ ഇതുവരെയും അതിൻ്റെ ജോമെട്രിക്കൽ പാരാമീറ്റേഴ്സ് ആണ് പഠിച്ചത്. അതിൻ്റെ ലെങ്ത്, ഹൈറ്റ്, തിക്നെസ്, സ്ലെൻഡർനെസ് റേഷ്യോ ഒക്കെയാണ് പഠിച്ചത്. ഇനി അതിൻ്റെ സ്ട്രെങ്ത് സംബന്ധിച്ചിട്ടുള്ള ഒരു ടേം ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടേം. ഇറ്റ് ഈസ് നോൺ ആസ് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ്. അപ്പോൾ മേസൺറി സ്ട്രക്ചറിൽ, മേസൺറി വാളിൽ പെർമിറ്റ് ചെയ്യുന്ന പരമാവധി സ്ട്രെസ് അല്ലെങ്കിൽ പരമാവധി സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ആ സ്ട്രെസ് വാല്യൂ എത്രയാണ് അതിനെ വിളിക്കുന്ന പേരാണ് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ്. നമുക്കറിയാം മേസൺറി യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൈമർലി ട്രാൻസ്വേഴ്സ് കംപ്രസീവ് ഫോഴ്സ്. ഇതിനകത്ത് കംപ്രസീവ് ഫോഴ്സ് ആണ് പ്രധാനമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ കംപ്രസീവ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ കംപ്രസീവ് ഫോഴ്സ് കാരണം
അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ്സിന് ഒരു പരിമിതി ഉണ്ട്. ആ പരിധിക്ക് അപ്പുറം നമ്മൾ സ്ട്രെസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മേസൺറി വാൾ ഫെയിൽ ആകും. ഓക്കെ, സോ വി മസ്റ്റ് know what is the maximum compressive stress which the masonry wall can transfer. അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കംപ്രസീവ് സ്ട്രെസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് കണ്ടുപിടിക്കാനാണ് പേജ് നമ്പർ 16 പേജ് നമ്പർ 16 ക്ലോസ് 5.4.1 പറയുന്ന ഒരു ടേം, ദാറ്റ് ഈസ് എഫ് പെർമിസിബിൾ. ഓക്കെ, പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എഫ് പെർമിസിബിൾ. എഫ് പെർമിസിബിൾ ഈസ് ഈക്വൽ ടു എഫ് ബി ഇൻറ്റു കെ എസ് ഇൻറ്റു കെ എ ഇൻറ്റു കെ പി. ഓക്കെ, സോ ഈ ഇക്വേഷൻ നിങ്ങൾ അവിടെ ആ ക്ലോസിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബി ഇൻറ്റു കെ എസ് ഇൻറ്റു കെ എ ഇൻറ്റു കെ പി. ഇതൊക്കെ എന്താണ്? എഫ് ബി എന്ന് പറയുന്നത് ബേസിക് കംപ്രസീവ് സ്ട്രെസ് ആണ്. എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ആ മേസൺറി യൂണിറ്റിന്, ആ മേസൺറി വാളിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് എത്രയാണോ അത്. ഓക്കെ, അടിസ്ഥാനപരമായ വാല്യൂസ് ആണ് എഫ് ബി. ഇനി കെ എസ് എന്ന് പറയുന്നത് സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ എന്ന് നമ്മൾ പറയും. സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ അത് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ മേസൺറി വാളിൽ ചിലപ്പോൾ എക്സെൻട്രിക് ലോഡുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്സെൻട്രിക് ലോഡ് വരുന്നതനുസരിച്ച് അതിനകത്ത് അതിൻ്റെ സ്ട്രെസ്സ്, അതിന് പെർമിറ്റ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ ആവശ്യമാണ്. ഓക്കെ, നൗ കംസ് ദ ഏരിയ റിഡക്ഷൻ ഫാക്ടർ കെ എ. സോ കെ എ ഈസ് ദ ഏരിയ റിഡക്ഷൻ ഫാക്ടർ. ഏരിയ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റ്. ഓക്കെ, എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാനിൽ കാണുന്ന ചുമര്, പ്ലാൻ വ്യൂ ഓഫ് ദ വാൾ ഈസ് കൺസിഡർഡ് ഹിയർ. ആ പ്ലാൻ വ്യൂവിലെ എലമെൻറ്റ്, ആ പ്ലാൻ വ്യൂവിലെ ഏരിയ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് വെരി വെരി സ്മോൾ, ഓക്കെ, വളരെ ചെറുതാണെങ്കിൽ അവിടെ നമ്മളൊരു ഫാക്ടർ ഉപയോഗിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് ഏരിയ റിഡക്ഷൻ ഫാക്ടർ. Now coming to Kp, Kp is known as the shape modification factor. ഈ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്ക് അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ വിഡ്ത്തും ഹൈറ്റിനും അനുസൃതമായി കൊടുക്കുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, സോ ആ ഉപയോഗിക്കുന്ന മേസൺറി യൂണിറ്റിനെ അനുസരിച്ചിരിക്കും കെ പി, ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ എത്രയാണ്. സോ ഇത് ഉപയോഗിക്കുന്നതിന് ഒരു പ്രത്യേക റീസൺ ഉണ്ട്, അത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനാണ് ഞാൻ പറയുന്നത് ഈ ബേസിക് കംപ്രസീവ് സ്ട്രെസ് ആയ എഫ് ബി എങ്ങനെ കണ്ടുപിടിക്കാം. സോ ഐ എസ് കോഡിൽ എഫ് ബി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ റെഫർ ചെയ്യേണ്ട ടേബിളാണ് ടേബിൾ 8. ഓക്കെ, ടേബിൾ 8 വിൽ ഗിവ് യു ദ ബേസിക് കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ മെഗാ പാസ്കൽ. ഓക്കെ, ബേസിക് കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ മെഗാ പാസ്കൽ. അത് ടേബിൾ 8 റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലൊരു ടേബിൾ നിങ്ങളുടെ ഐ എസ് കോഡിൽ കാണാം. അവിടെ നിങ്ങളിത് വായിച്ചു നോക്കുക, സമാധാനത്തോടു കൂടി വായിച്ചു നോക്കുക. ഇവിടെ നിങ്ങൾ കാണുന്ന വാല്യൂസ്, ഇവിടെ കാണുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എഫ് ബി വാല്യൂസ് ആണ്. ഓക്കെ, എഫ് ബി വാല്യൂസ്. പക്ഷെ കുറേ വാല്യൂസ് ഉണ്ട്. ഇത് ഏതിനൊക്കെ ഉള്ള വാല്യൂസ് ആണ്? ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോർട്ടാർ. കണ്ടോ, ഓരോ ടൈപ്പ് ഓഫ് മോർട്ടാറിന് ഓരോ ബേസിക് കംപ്രസീവ് സ്ട്രെസ് ആണ്. ഓക്കെ, സോ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ പോലും മോർട്ടാർ ടൈപ്പ് മാറുന്നതനുസരിച്ച് ബേസിക് കംപ്രസീവ് സ്ട്രെങ്ത്, ചുമരിൻ്റെ ബേസിക് കംപ്രസീവ് സ്ട്രെങ്ത് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചാൽ മോർട്ടാറിന് സ്ട്രെങ്ത് പ്രൊവൈഡർ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇല്ല. പക്ഷെ എങ്കിലും ഈ മേസൺറി യൂണിറ്റ്സിനെ അത് ഒരു ഒരുമിച്ച് നിർത്തുന്ന, അതിനെ ഇൻ്റഗ്രൽ പാർട്ടായി, അതിനെ ഒരു ഇൻ്റഗ്രൽ യൂണിറ്റ് ആക്കി നിർത്തുന്നതിന് ഈ പറയുന്ന മോർട്ടാറിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നതുകൊണ്ട് നാച്ചുറലി സ്ട്രെങ്തും ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാകും. ഒരു മോർട്ടാറിൽ നിന്ന് മറ്റൊരു മോർട്ടാർ ഉപയോഗിക്കുമ്പോൾ സ്ട്രെങ്തിനും ചെറിയ വ്യത്യാസം ഉണ്ടാകാം. ഓക്കെ, സോ ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോർട്ടാർ യു ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ബേസിക് കംപ്രസീവ് സ്ട്രെസ്. അത് മാത്രമല്ല, ഇവിടെ ഈ മുകളിൽ വേറൊരു വാല്യൂ കൊടുത്തിരിക്കുന്നുണ്ട്, അതും മാറുന്നുണ്ട്. അത് മാറുന്നതനുസരിച്ചും നമുക്കിവിടെ എഫ് ബി വാല്യൂ മാറുന്നതായിട്ട് കാണാം. അതെന്താണ് ഈ മുകളിൽ കാണുന്ന വാല്യൂ? ഇതെന്ന് പറയുന്നത് മേസൺറി യൂണിറ്റ്സിൻ്റെ, ഈ പറയുന്ന മേസൺറി യൂണിറ്റ്സിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് വാല്യൂ ആണ് ഇൻ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മെഗാ പാസ്കൽ. ഓക്കെ, മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആയാലും അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആയാലും അതിന് നിശ്ചിതമായ ഒരു ക്രഷിംഗ് സ്ട്രെങ്ത് ഉണ്ട്. ആ ഒരു ബ്രിക്കിനെ നമ്മൾ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് മിനിമം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രഷിംഗ് സ്ട്രെങ്ത് ആ ബ്രിക്കിന് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റോൺ ആണെങ്കിൽ അതിനൊരു ക്രഷിംഗ് സ്ട്രെങ്ത് ഉണ്ട്.
ഓക്കെ, ആ ക്രഷിംഗ് സ്ട്രെങ്ത് മിനിമം എത്രയാണെന്നുള്ളതാണ് ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന വാല്യൂ. അപ്പോൾ ക്രഷിംഗ് സ്ട്രെങ്ത് കൂടിയ ഒരു ബ്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബേസിക് കംപ്രസീവ് സ്ട്രെസ് വാല്യൂസ് വേണം ഇതിൽ നിന്ന് എടുക്കാൻ. ഓക്കെ, കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്സിനൊക്കെ ഒരു മിനിമം 5 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 5 മെഗാ പാസ്കൽ എന്നുള്ള ക്രഷിംഗ് സ്ട്രെങ്ത് ഉള്ള ബ്രിക്സ് ആണ് നമ്മൾ സാധാരണ നമ്മൾ വർക്ക് സൈറ്റിൽ ഉപയോഗിക്കുന്നതെങ്കിൽ 5ന് താഴെയുള്ള വാല്യൂസ്, അതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ടൈപ്പ് മോർട്ടാറാണ് ഉപയോഗിച്ചതെന്ന് നോക്ക്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ വേണം നമ്മൾ ബേസിക് കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എഫ് ബി വാല്യൂ കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ ടു ദ അതർ ഫാക്ടേഴ്സ്. എഫ് ബി വാല്യൂ കണ്ടുപിടിച്ചു, ഇനി കെ എസ്, കെ എ, കെ പി അതെങ്ങനെ കണ്ടുപിടിക്കും? സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ കെ എസ് കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടേബിൾ നമ്പർ 9. ടേബിൾ 9 പേജ് നമ്പർ 16 കിടക്കുന്നത്. നിങ്ങൾ ആ പേജ് എടുത്ത് നോക്കുക. ടേബിൾ 9ൽ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ട്. അപ്പോൾ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ ടേബിൾ നിങ്ങൾക്ക് കാണാം അവിടെ. ഈ ടേബിളിൽ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ പറഞ്ഞു നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇഫക്റ്റീവ് ലെങ്ത് ബൈ ഇഫക്റ്റീവ് തിക്നെസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഹൈറ്റ് ബൈ ഇഫക്റ്റീവ് തിക്നെസ്, അതിലെ മിനിമം ഏതാണ് അതാണ് സ്ലെൻഡർനെസ് റേഷ്യോ. ആ സ്ലെൻഡർനെസ് റേഷ്യോ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതറിയാലോ. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എക്സെൻട്രിസിറ്റി ഓഫ് ലോഡിംഗ് ഡിവൈഡഡ് ബൈ തിക്നെസ് ഓഫ് ദ മെമ്പർ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ്, നമുക്ക് ഈ പറയുന്ന മേസൺറി വാളിൽ വരുന്ന ലോഡിന് എന്തെങ്കിലും എക്സെൻട്രിസിറ്റി ഉണ്ടോ, അത് സെൻട്രൽ ലൈനിൽ നിന്നും എത്ര നിശ്ചിതമായ എന്തെങ്കിലും ഒരു ദൂരത്താണോ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ ആക്ട് ചെയ്യുന്നത് എക്സെൻട്രിക് ലോഡ് ആണെങ്കിൽ ആ എക്സെൻട്രിസിറ്റി എത്രയാണോ, അതിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണോ, അത് ഡിവൈഡഡ് ബൈ തിക്നെസ് ഓഫ് മെമ്പറും കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു റേഷ്യോ കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള റേഷ്യോ ഇപ്പോൾ 1/24 ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സ്ലെൻഡർനെസ് റേഷ്യോ ഉള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യാം. ഇനി 1/6 ആണെന്ന് വയ്ക്കുക, അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വാല്യൂ ഫോർ കറസ്പോണ്ടിങ് സ്ലെൻഡർനെസ് റേഷ്യോ ചൂസ് ചെയ്യുക. ഇനി എക്സെൻട്രിസിറ്റി ഇല്ല എന്ന് വയ്ക്കുക, എക്സെൻട്രിസിറ്റി ഇല്ല, സെൻട്രൽ ലൈനിൽ കൂടെ തന്നെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ എക്സെൻട്രിസിറ്റി 0 എന്നുള്ള ഈ കേസ് ഉണ്ടല്ലോ, ആ കോളത്തിൽ നിന്ന് വാല്യൂസ് ചൂസ് ചെയ്യാം. ഓക്കെ, സോ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടറായി. ഇനി അടുത്തത് ഏരിയ റിഡക്ഷൻ ഫാക്ടർ. സോ ഏരിയ റിഡക്ഷൻ ഫാക്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വി കൺസിഡർ ദ പ്ലാൻ ഏരിയ ഓഫ് ദ വാൾ. ചുമരിൻ്റെ പ്ലാൻ ഏരിയയിൽ നിന്നാണ് ഈ കാര്യം ഏരിയ റിഡക്ഷൻ ഫാക്ടർ എടുക്കുന്നത്. ആൻഡ് ഇഫ് ദ സെക്ഷണൽ ഏരിയ, ആ പ്ലാൻ ഏരിയ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0.2 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ, ഓക്കെ, 0.2 മീറ്റർ സ്ക്വയറിനേക്കാളും ചെറുതാണ് ഈ പ്ലാൻ ഏരിയ എങ്കിൽ, അങ്ങനെ ഉള്ള ഒരു ചുമരിൻ്റെ ഏരിയ റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നതാണ് KA is equal to 0.7 plus 1.5A. സോ ഈ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട, ഇതെല്ലാം IS കോഡിലുണ്ട്. നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് റെഫർ ചെയ്യുക. ഓക്കെ, അതിനകത്ത് എ എന്ന് പറയുന്നത് പ്ലാൻ ഏരിയ ഓഫ് സെക്ഷൻ, വാളിൻ്റെ പ്ലാൻ ഏരിയയാണ് എ. ഓക്കെ, നൗ കമ്മിങ് ടു ദ തേർഡ് മോഡിഫിക്കേഷൻ ഫാക്ടർ ഓർ റിഡക്ഷൻ ഫാക്ടർ, ദാറ്റ് ഇസ് ദ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ. നമ്മളത് ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്കിൻ്റെ ഷേപ്പിനനുസൃതമായി അതിൻ്റെ വിഡ്ത്തും അതിൻ്റെ ഹൈറ്റും ഒക്കെ അനുസരിച്ചിട്ടാണ് ഈ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ എടുക്കുന്നത്. ഓക്കെ, ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ റെഫർ ചെയ്യാൻ, അത് കണ്ടുപിടിക്കാൻ ടേബിൾ 10 ആണ് ഫോളോ ചെയ്യേണ്ടത്. ടേബിൾ 10ൽ നിങ്ങളിവിടെ നോക്കുക, നമ്മുടെ ബ്രിക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോൺ ആണെങ്കിൽ ആ സ്റ്റോണിൻ്റെ ഹൈറ്റും അതിൻ്റെ വിഡ്ത്തുമുള്ള ഒരു റേഷ്യോ നമുക്കുണ്ട്. ഓക്കെ, ഹൈറ്റ് ഡിവൈഡഡ് ബൈ വിഡ്ത്ത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡുലാർ ബ്രിക്സ് ആണെങ്കിൽ മോഡുലാർ ബ്രിക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം 10 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ എങ്കിൽ നമ്മൾ മോർട്ടാർ തിക്നെസ് സബ്ട്രാക്ട് ചെയ്തിട്ടാണ് ബ്രിക്കിൻ്റെ ആക്ച്വൽ തിക്നെസ് കണ്ടുപിടിക്കുന്നത്. സോ 10 സെൻറ്റിമീറ്റർ മൈനസ് 1 സെൻറ്റിമീറ്റർ വിൽ ഗിവ് യു 9 സെൻറ്റിമീറ്റർ. ഇതേ 9 സെൻറ്റിമീറ്റർ തന്നെയാണ് അതിൻ്റെ ഹൈറ്റും. സോ ഹൈറ്റും വിഡ്ത്തും സെയിം തന്നെയാണ്. ഓക്കെ, സോ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ അപ്പോൾ എന്ത് കിട്ടും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ ഈ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ മാത്രമല്ല, ക്രഷിംഗ് സ്ട്രെങ്തും ഒരു പാരാമീറ്റർ ആണ്. നോക്കിക്കേ, നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബേസിക് കംപ്രസീവ് സ്ട്രെസ് ആണെങ്കിലും ക്രഷിംഗ് സ്ട്രെങ്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഇവിടെയും ക്രഷിംഗ് സ്ട്രെങ്തിനനുസരിച്ച് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടറിന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡുലാർ ബ്രിക്സ് 5 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ ആണ്. അതുപോലെ അതിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ 1 ആണെങ്കിൽ ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ ഈസ് 1.2. ഓക്കെ, ഈ 1.2 വേണം പ്രോബ്ലത്തിൽ എടുക്കാൻ. ഓക്കെ, സോ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ വി ഷുഡ് നോ ദ ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ ആസ് വെൽ ആസ് ദ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്സ്. ഓക്കെ,
കഴിഞ്ഞിട്ടില്ലേ? ഇനി അപ്പോൾ പ്രധാനപ്പെട്ട മെറ്റീരിയൽ പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞു, ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞു. ഇനി ലോഡിംഗ് കണ്ടീഷൻസ് ആണ് അറിയേണ്ടത്. ലോഡിംഗ് കണ്ടീഷനിലെ പ്രധാനപ്പെട്ട പാരാമീറ്റർ ആണ് റിസൾട്ടന്റ് എക്സെൻട്രിസിറ്റി. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇവിടെ നോക്കുക, നമ്മളിവിടെ ഓൾറെഡി പഠിച്ച പ്രകാരം നമുക്കൊരു വാൾ ഉണ്ടെന്ന് വയ്ക്കുക. ആ വാളിന്റെ ക്രോസ് സെക്ഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഓക്കെ, എലോങ് ദ ലെങ്ത് അല്ല, ഒരു സൈഡ്, ഒരു നീളത്തിനുള്ള വാളിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണ്. സോ വി ആർ സീയിങ് ദിസ് ക്രോസ് സെക്ഷൻ. വാളിന്റെ തിക്നെസ്, ഇഫക്റ്റീവ് തിക്നെസ് ആണ് ഇവിടെ കാണുന്നത്, ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വാളിനൊരു സെൻട്രൽ ലൈൻ ഉണ്ട്. ഓക്കെ, ഈ സെൻട്രൽ ലൈനിൽ ലോഡ് ആക്ട് ചെയ്യുന്നതിനെയാണ് ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിർബന്ധമില്ല ആ ലോഡ് ആക്സിയലി ആക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ആ സെൻട്രൽ ലൈനിൽ നിന്നും ഒരു നിശ്ചിതമായ ദൂരത്ത് ആയിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് വി കോൾ ഇറ്റ് എക്സെൻട്രിക് ലോഡ്. അതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എക്സെൻട്രിസിറ്റിയും എക്സെൻട്രിക് ലോഡ്. അപ്പോൾ if it passes through the central line we call it axial load. If it passes anywhere else, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ we call it eccentric load. അങ്ങനെ എക്സെൻട്രിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് W2ഉം ആക്സിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് W1ഉം ഉണ്ടെന്ന് വെക്കുക. Okay, so let us consider two loads are acting on this wall. One is W1, that is axial load. Another is W2, which is eccentric load. W1 സെൻട്രൽ ലൈനിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. W2 is passing through elsewhere. Okay, വേറെ ഏതോ ഒരു പാർട്ടിൽ കൂടെയാണ് കടന്നു പോകുന്നത്. It is hence at sufficient distance away from the central line. സെൻട്രൽ ലൈനിൽ നിന്നും ഒരു നിശ്ചിതമായ അകലത്തിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ആ അകലത്തിനെ വിളിക്കുന്ന പേരാണ് എക്സെൻട്രിസിറ്റി. So W2 is acting at an eccentricity E distance away from the central line. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ രണ്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് ഈ രണ്ട് ലോഡും കൊണ്ടുള്ള ടോട്ടൽ ലോഡ് എന്താണെന്ന് അറിയണം. സോ ദാറ്റ് ഈസ് നോൺ ആസ് എ റിസൾട്ടന്റ് ലോഡ്. ഓക്കെ, റിസൾട്ടന്റ് ലോഡ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ W. ഈ വലിയ ആരോ കാണിച്ചിരിക്കുന്നതാണ് റിസൾട്ടന്റ് ലോഡ്. സോ W is the resultant load which is acting due to both axial load as well as eccentric load. ഈ W എന്നുള്ള വലിയ ലോഡ്, the resultant ലോഡ് ഒരിക്കലും സെൻട്രൽ ലൈനിൽ കൂടെ കടന്നു പോവില്ല. കാരണം നമുക്ക് സെൻട്രൽ ലൈനിൽ കൂടെ മാത്രമുള്ള ആക്സിയൽ ലോഡ് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ റിസൾട്ടന്റും അതിലൂടെ തന്നെ കടന്നു പോയേനെ. പക്ഷെ വി ഹാവ് an eccentric load which is acting away from the central line, hence we will have a resultant load capital W which acts away from the central line also. അപ്പോൾ അങ്ങനെ ടോട്ടൽ ലോഡ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ലോഡും സെൻട്രൽ ലൈനിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ റിസൾട്ടന്റ് ലോഡ് മാറി നിൽക്കുന്ന ദൂരം, അതിനെ റിസൾട്ടന്റ് എക്സെൻട്രിസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, there are two loads, one is axial load, one is eccentric load. The sum of these two loads ആണ് ശരിക്കും പറഞ്ഞാൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത്, റിസൾട്ടന്റ് ഫോഴ്സ്. ഈ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻട്രലിലൂടെ അല്ല, ഒരു സഫീഷ്യന്റ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ആ മാറി നിൽക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ലൈനിൽ നിന്ന് ഒരു നിശ്ചിത ദൂരത്താണ്. ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് റിസൾട്ടന്റ് എക്സെൻട്രിസിറ്റി. ഈ ബാർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബാർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇതാ ഇവിടെ കാണുന്നത്, W2 into E divided by W1 plus W2. ഓക്കെ, W2 into E divided by W1 plus W2. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് W? ക്യാപിറ്റൽ W is equal to W1 plus W2. റിസൾട്ടന്റ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സമ്മാണ്. ഓക്കെ, അപ്പോൾ റിസൾട്ടന്റിന്റെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുന്ന E bar is equal to W2E by W1 plus W2. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്സിയൽ ലോഡ് ആബ്സെന്റ് ആണെന്ന് വയ്ക്കുക, ആക്സിയൽ ലോഡ് ഇല്ല, അങ്ങനെയാണെങ്കിൽ W1 0 കൊടുത്താൽ മതി, നമുക്ക് കിട്ടുന്നതാണ് റിസൾട്ടന്റ് എക്സെൻട്രിസിറ്റി. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. W1ഉം W2ഉം ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു സമയത്ത് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ രണ്ടും ഉണ്ടായിരിക്കാം. എന്ത് വന്നാലും നമ്മൾ അതനുസരിച്ച് ഇതിനകത്ത് ആവശ്യമില്ലാത്ത ടേമിനെ 0 ആക്കിയാൽ മതി. ഓക്കെ, സോ റിസൾട്ടന്റ് എക്സെൻട്രിസിറ്റി E bar is equal to W2E by W1 plus W2. അപ്പോൾ ഇങ്ങനെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, രണ്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. there is a resultant is also acting away from the center. അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ റിസൾട്ടന്റ് സെൻട്രലിൽ നിന്നും ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആക്ച്വലി ദർ ഈസ് an eccentricity in the loading. ഈ മേസൺറി വാളിൽ ഒരു എക്സെൻട്രിക് ലോഡാണ് വരുന്നത്. ഇവിടെ ഒരു ആക്സിയൽ ലോഡ് ഉണ്ട്, മറ്റൊരു എക്സെൻട്രിക് ലോഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് അതും എക്സെൻട്രിക് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിസൾട്ടന്റ് ഫോഴ്സ് തന്നെ എക്സെൻട്രിക് ആയ സ്ഥിതിക്ക് ഇവിടെ ഒരു
ഒരു ഒരു ഒരു ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു ബെൻഡിങ് സ്ട്രെസ്. സോ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, സിൻസ് ദ റിസൾട്ടന്റ് ഈസ് നോട്ട് ജസ്റ്റ് ആക്ടിങ് അറ്റ് ദ സെൻട്രൽ ലൈൻ, ആക്ടിങ് ത്രൂ ദ സെൻട്രൽ ലൈൻ, സെൻട്രൽ ലൈനിൽ കൂടെ അല്ല ഇത് റിസൾട്ടന്റ് കടന്നു പോകുന്നത്. റിസൾട്ടന്റ് ഈസ് ആക്ടിങ് സംവെയർ അവേ ഫ്രം ദ സെൻട്രൽ ലൈൻ. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ സെൻട്രൽ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സ്ട്രെസ്സും റൈറ്റ് സൈഡിലുള്ള സ്ട്രെസ്സും വേറെ വേറെ ആയിരിക്കും. ഓക്കെ, ഇഫ് ഇറ്റ് ഹാഡ് പാസ്ഡ് ത്രൂ ദ സെൻട്രൽ ലൈൻ, അങ്ങനെയാണെങ്കിൽ ഈ എൻറ്റയർ ക്രോസ് സെക്ഷനിലും വരുന്നത് എന്തായിരിക്കും? കംപ്രസീവ് സ്ട്രെസ് ആയേനെ. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ആക്ടിങ് എവേ, റൈറ്റ് സൈഡിൽ കൂടുതൽ കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ലെഫ്റ്റ് സൈഡിൽ കംപ്രസീവ് സ്ട്രെസ് കുറയാൻ സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങളിൽ ലെഫ്റ്റ് സൈഡിൽ ടെൻസൈൽ സ്ട്രെസ്സും വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് if it is acting at some eccentricity, there is more chance that compressive stress is higher at the right side and compressive stress is lower on the left side. It may even become tensile stress also. അപ്പോൾ അങ്ങനെ ഇരുവശങ്ങളിലും ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ സ്ട്രെസ് ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ബെൻഡിങ് സ്ട്രെസ് നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾവേസ് ഹയർ അറ്റ് ദ എക്സ്ട്രീം ഫൈബേഴ്സ്. ഈ എക്സ്ട്രീം എൻസിലായിരിക്കും എക്സ്ട്രീം സ്ട്രെസ് നമ്മുടെ സ്ട്രെസ് വാല്യൂ മാക്സിമം ആകാൻ സാധ്യതയുള്ളൂ, എക്സ്ട്രീം എൻസിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ കംപ്രസീവ് സ്ട്രെസ് വരുന്ന എവിടെയാണ്? ഈ എൻഡിലാണ്. ഏറ്റവും കൂടുതൽ കംപ്രസീവ് സ്ട്രെസ് കുറയാൻ സാധ്യതയുള്ള എവിടെയാണ്? അത് ഈ എൻഡിലാണ്. കംപ്രസീവ് സ്ട്രെസ് കുറയുകയോ അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാനോ സാധ്യതയുള്ളത് ഈ എൻഡിലാണ്. ഓക്കെ, ഫ്രം ദിസ് ഫിഗർ. അപ്പോൾ അങ്ങനെയുള്ള മാക്സിമം സ്ട്രെസ് വാല്യൂസ് ഉണ്ടാകുന്നത് കണ്ടുപിടിക്കണം. കാരണം അതിനെ വേണം, അത് റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മേസൺറി വാൾ വേണം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ ദിസ് ഈസ് ഫോർ ദ ഡിസൈൻ പർപ്പസ്. അപ്പോൾ അങ്ങനെ വാട്ട് ഈസ് ദ മാക്സിമം സ്ട്രെസ് ദാറ്റ് ക്യാൻ ഡെവലപ്പ്? That is given by F max is equal to W by A plus W into E bar by Z. Okay, W by A, W എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ A എന്ന് പറയുന്നത് ഈ വാളിൻ്റെ പ്ലാൻ ഏരിയ ആണ്. ഓക്കെ, ലോഡഡ് പ്ലാൻ ഏരിയ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏരിയയാണ് പ്ലാൻ ഏരിയ. സോ W by A plus W into E bar. E bar എന്ന് പറയുന്നത് റിസൾട്ടന്റ് എക്സെൻട്രിസിറ്റി ഡിവൈഡഡ് ബൈ Z. വാട്ട് ഈസ് Z? Z എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ് ആണ്. സെക്ഷൻ മോഡുലസ്, ദാറ്റ് ഈസ് I divided by Y max. I divided by Y max. ഈ കാണുന്ന വാളിൻ്റെ പ്ലാൻ വ്യൂ, പ്ലാൻ ക്രോസ് സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും അതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് ടു ദ എക്സ്ട്രീം ഫൈബറും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ പറയുന്ന സെക്ഷൻ മോഡുലസ്. നമുക്ക് ഇത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ മനസ്സിലാകും. സോ W by A plus W into E bar by Z ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം സ്ട്രെസ് കിട്ടുന്നത്. മിനിമം സ്ട്രെസ് കിട്ടുന്നപ്പോഴാണ് ഈ സെയിം ടേംസ് തന്നെയാണ് ഇതിനിടയ്ക്ക് സൈൻ മാറ്റി കൊടുക്കുക, മൈനസ് ആക്കുക. Okay, so you will get minimum stress. So maximum stress and minimum stress can be obtained in case of eccentric loads in this way. Okay, and capital W നമ്മൾ already പറഞ്ഞു, it is W1 plus W2. A എന്ന് പറയുന്ന loaded plan area and Z is the section modulus. Okay, now കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയാലേ നമുക്ക് ഡിസൈൻ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞ F പെർമിസിബിൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. ആ പെർമിസിബിൾ സ്ട്രെസ് ചില മോഡിഫിക്കേഷൻസിന് അധിഷ്ഠിതമാണ്. കാരണം എന്താണ്? എക്സെൻട്രിക് ലോഡ് വരുന്ന സാഹചര്യം, എക്സെൻട്രിസിറ്റി ലോഡിൽ ഉണ്ടെങ്കിൽ there is a chance that you have to modify the permissible compressive stress. കാരണം എന്താണ്? ഈ എക്സെൻട്രിക് ലോഡ് കൊണ്ട് പെർമിസിബിൾ സ്ട്രെസ് നമ്മൾ വേരി ചെയ്യേണ്ടി വരും. ഓക്കെ, എക്സെൻട്രിക് ലോഡ് വരുന്നതനുസരിച്ച് നമുക്ക് പെർമിസിബിൾ സ്ട്രെസ്സിന് ചില മോഡിഫിക്കേഷൻസ് ചെയ്യേണ്ടി വരും. സോ അത് ക്ലോസ് 5.4.1.4 എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നോക്കുക, നമ്മൾ കണ്ടുപിടിക്കേണ്ട റേഷ്യോ എക്സെൻട്രിസിറ്റി, അതായത് റിസൾട്ടന്റ് എക്സെൻട്രിസിറ്റി E ബാർ ഡിവൈഡഡ് ബൈ മെമ്പർ തിക്നെസ്, അതെന്ന് പറയുന്നത് ഇഫക്റ്റീവ് വാൾ തിക്നെസ് ആണ്. ഓക്കെ, എക്സെൻട്രിസിറ്റി, റിസൾട്ടന്റ് എക്സെൻട്രിസിറ്റി ഡിവൈഡഡ് ബൈ വാൾ തിക്നെസ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന റേഷ്യോ, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/24 ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1/6. ഓക്കെ,
1/24 കൂടുതലായിട്ടുള്ള ഒരു എക്സെൻട്രിസിറ്റി ടു വാൾ തിക്നെസ് റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. അത് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/24 ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1/6 അങ്ങനെയാണെങ്കിൽ എഫ് പെർമിസിബിൾ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? വി മസ്റ്റ് ഇൻക്രീസ് ബൈ 25%. 25% വരെ നമുക്ക് അതിനെ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സോ വി ഇൻക്രീസ് ദ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എഫ് പെർമിസിബിൾ by 25% if the ratio of resultant eccentricity E bar divided by effective thickness is greater than 1/24 and less than 1/6. ഇനി 1/6 കൂടുതലാണെങ്കിലോ? ഓക്കെ, 1/6 കൂടുതലാണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം 1/24 കുറവാണെങ്കിൽ നമ്മൾ ഈ ഇൻക്രീസ് ഒന്നും ചെയ്യണ്ട. 1/24 കൂടുതലാണ്, പക്ഷെ 1/6 കുറവാണെങ്കിൽ 25% ഇൻക്രീസ് ചെയ്യണം. പക്ഷെ 1/6 കൂടുതലാണെങ്കിൽ നമ്മൾ 25% ഇൻക്രീസ് ചെയ്താൽ മാത്രം പോരാ, അവിടെ ടെൻസൈൽ സ്ട്രെസ് വരാൻ സാധ്യതയുള്ള റീജിയൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ ഈ സൈഡില് കംപ്രസീവ് സ്ട്രെസ് കുറയാൻ സാധ്യതയുണ്ട്. കംപ്രസീവ് സ്ട്രെസ് കുറയുന്നത് പോലെ തന്നെ ചില സമയം ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇഫ് ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്സ് വി ഹാവ് ടു ഡിസ്റിഗാർഡ് സച്ച് റീജിയൻ ഓൾസോ. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡിസ്റിഗാർഡ് ചെയ്യേണ്ട ഏരിയയാണ് ടെൻഷൻ വരുന്ന റീജിയൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി modification to the F permissible value in case of eccentric loads. Okay, so that is about the theory regarding the design of unreinforced masonry walls. ഇതിന് ശേഷം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, താങ്ക് യു.